മഞ്ചേശ്വരത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ച് പിതാവ് മകളെ വെട്ടിക്കൊന്ന വാർത്ത നമ്മളെ ആകെ ഞെട്ടിച്ചതാണ്. ഇപ്പോഴിതാ ദാരുണമായ വിവരം കൂടി വരുന്നു. ആക്രമണം തടയുന്നതിനിടെ കുത്തേറ്റ ഈ ബന്ധുവും മരിച്ചു എന്നാണ് വാർത്ത. മഞ്ചേശ്വരം സ്വദേശി ഷെയ്ഖ് അബ്ബയാണ് മരിച്ചത്. മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഉമർ ഫാറൂഖിനെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. അരുൺ പൂപ്പറമ്പയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ പൂപ്പറമ്പ, ഗുഡ് മോർണിംഗ് അരുൺ. വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്, നമ്മൾ ഞെട്ടിയ വാർത്തയാണ്. മഞ്ചേശ്വരത്തെ പെൺകുട്ടിയുടെ കൊലപാതകം, അതിൽ ഈ ലഹരി കഴിച്ച് പിതാവ് കുഞ്ഞിനെ ഈ പെൺകുട്ടിയെ ആക്രമിച്ച് കൊല്ലുന്നത് നമ്മൾ ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. അതിനോടൊപ്പമാണ് അത് തടയാൻ ശ്രമിച്ച ബന്ധു കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ്. അയാൾ അത്രയും ക്രിട്ടിക്കലായിരുന്നു അരുൺ. അരുൺകുമാർ, തീർത്തും ദാരുണമായിട്ടുള്ള സംഭവമാണ് ഇന്നലെ വൈകിട്ട് മഞ്ചേശ്വരം തുമിനാട് ഉണ്ടായത്. ലഹരിക്ക് അടിമയായിട്ടുള്ള പിതാവ് ഫാറൂഖ് എന്ന പിതാവ് ലഹരിക്കടിമയാണ്. അയാൾ മകളെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ പെൺകുട്ടിയുടെ മാതാവുമായി ഉണ്ടായിരുന്ന ഒരു ഭൂമി തർക്കമുണ്ടായിരുന്ന തർക്കത്തിനിടെയാണ് ഈ മകളെ ഈ പിതാവ് വെട്ടിക്കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. ആ ആക്രമണം നടക്കുന്ന സമയത്ത് അത് തടയാൻ ശ്രമിച്ച ആ ബന്ധുവാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. അയാൾ ഗുരുതരമായി തന്നെ പരിക്കേറ്റ് മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആ ചികിത്സക്കിടെയാണ് ഇപ്പോൾ മരണം സംഭവിച്ചു എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതിദാരുണമായിട്ടുള്ള സംഭവമാണ്. വലിയ ഞെട്ടലാണ് ആ നാടുള്ളത്. ഈ ഉമർ ഫാറൂഖിന് ഇന്നലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഉമർ ഫാറൂഖ് തുടർച്ചയായി ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. അതോടൊപ്പം തന്നെ കർണാടകയിൽ ഒരു ലഹരി കേസിൽ പ്രതി കൂടിയാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. അയാൾ ദുബായിലായിരുന്നു. ദുബായിൽ നിന്ന് നാട്ടിലെത്തിയ ശേഷം ഈ ഭൂമി തന്റെ പേരിൽ എഴുതി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നലെ വൈകിട്ട് സഹോദരനൊപ്പം ഈ വീട്ടിലേക്ക് എത്തിയത്. എന്നാൽ അത് അവർ സമ്മതിച്ചില്ല. അങ്ങനെയാണ് തർക്കമുണ്ടാകുന്നത്. ഈ പെൺകുട്ടിയെ മാതാവിനെയാണ് ആദ്യം ആക്രമിച്ചത്. അത് കണ്ടാണ് ജുമൈല എന്ന 18കാരി അങ്ങോട്ടേക്ക് എത്തുന്നത്. തുടർന്ന് ലഹരി അടിമയായതുകൊണ്ട് തന്നെ സ്വബോധമുണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. മകളെയും ആക്രമിച്ചു. അങ്ങനെയാണ് മകളുടെ ജീവൻ നഷ്ടമായത്. ഇപ്പോൾ അത് തടയാൻ ശ്രമിച്ച ബന്ധു കൂടി മരിച്ചു എന്ന അതിദാരുണമായിട്ടുള്ള വിവരമാണ് പുറത്തു വരുന്നത്. വേദനിപ്പിക്കുന്ന വാർത്തയാണ് മഞ്ചേശ്വരത്ത് നിന്ന് വരുന്നത്. മകളെ കുട്ടിക്കൊല്ലുന്നു, അതിനുശേഷം അത് തടയാൻ ശ്രമിച്ച ബന്ധു ഇപ്പോൾ മരണത്തിന് കീഴടങ്ങി എന്നുള്ള വാർത്തയാണ്. എന്താണല്ലേ, മകളും ബന്ധുക്കളും ഒക്കെയാണ് എന്നുള്ളത് സ്വത്തിന്റെ കാര്യത്തിൽ മറന്നു പോകുന്നു എന്നുള്ളതാണ്. അധികാരത്തോടുള്ള ആർത്തി ഒരു മനുഷ്യനെ ജീർണിപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ സ്വത്തിനോടുള്ള ആർത്തിയും ഒരു മനുഷ്യ മനസ്സിനെ ജീർണിപ്പിക്കും എന്നാണ് തോമസ് ജെഫേഴ്സൺ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അധികാരത്തോട് എത്രത്തോളം നിങ്ങൾ ആർത്തിയും ആവേശവും ഉണ്ടാവുന്നു, ആ നിമിഷം നിങ്ങളുടെ മനസ്സ് ദുർബലമായി തുടങ്ങുന്നു, ജീർണിച്ചു തുടങ്ങുന്നു എന്നാണ്.